ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ വളരെ ക്രഞ്ചിയും ടേസ്റ്റിയുമായിട്ടുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇതുപോലെ ഒരു ചെറിയൊരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരല്പം ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ബട്ടർ. അപ്പോൾ ഈ ബട്ടറിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് എടുക്കാം. നെയ്യും ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ തന്നെ എടുത്തേക്കണം. നമ്മുടെ ഈ ബട്ടറെല്ലാം ഇപ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുകി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് വെളുത്തുള്ളി അല്ലി നന്നായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വലിയ വെളുത്തുള്ളി അല്ലിയിൽ 2 എടുത്തിട്ടുള്ളത്. ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 6 വെളുത്തുള്ളി അല്ലി വരെ വേണം. അപ്പോൾ ഇതുപോലെ നല്ല തിന്നായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ അതുകൂടി ചേർക്കാം. അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ കൂടെ വേണ്ടതാണ് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇതുപോലെ 1 ടേബിൾ സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട്. അതുകൂടി ചേർക്കാം. ഇത് ഇത്രയും ചേർത്തിട്ട് ചെറിയ രീതിയിൽ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. കാരണം ഒരുപാട് സമയം വഴറ്റുണ്ടായെങ്കിൽ പിന്നെ നമ്മുടെ ഈ ചില്ലി ഫ്ലേക്സ് നന്നായിട്ട് ഒരു കളറൊക്കെ മാറി ഒന്ന് പുകഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ പേരിലാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് കറിവേപ്പില ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് കറിവേപ്പിലയും അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ വേണ്ടത് ഇതുപോലെ 1 കപ്പ് അളവിൽ നിറയെ വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്തതിൻ്റെ പേരിൽ ഇത്രയും സമയം ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് നമ്മളിതെല്ലാം വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഈ ഒരളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരട്ടെ. നമ്മളിതാ വെച്ച് കൊടുത്ത വെള്ളമെല്ലാം നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് തിളച്ചു തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 1/2 കപ്പ് അളവിൽ അരിപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. വറുത്ത പച്ചരിപ്പൊടിയാണ്. അപ്പോൾ പച്ചരിപ്പൊടിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇതുപോലെ ഈ ഒരു രീതിയിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വെള്ളം എല്ലാം ഈ പൊടിയൊക്കെ വലിച്ചെടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം പിന്നീട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ കുറച്ച് ഉരുളക്കിഴങ്ങ് ഞാൻ നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് അത് നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഒരു 2 വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ഉരുളക്കിഴങ്ങാണെന്നുണ്ടെങ്കിൽ ഒരു 3 ഉരുളക്കിഴങ്ങ് വരെ വേണം. അതിനുശേഷം നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് ഇതുപോലെ ഒന്ന് കൈവച്ച് ഉടച്ചെടുത്താൽ മതിയാവും. അപ്പോൾ അതുകൂടി ചേർക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ട എന്തെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ നിറയെ കോൺഫ്ലോറും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കോൺഫ്ലോറും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. നല്ലൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് ഈ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാവുന്നേ ഉള്ളൂ. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടത്, നമ്മൾ ഉരുളക്കിഴങ്ങിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ അരിപ്പൊടിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പോയിട്ട് ബാക്കിയുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരല്പം മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം വന്നിട്ട് ചൂട് വെള്ളമാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. കുറച്ച് മാത്രം ചൂട് വെള്ളം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം പിന്നീട് ഈ ചൂടുവെള്ളം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അതിനുശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ഒരല്പം മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കില്ലേ, ആ ഒരു രീതിയിൽ തന്നെ കുഴച്ചെടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം.
നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ചെയ്തെടുത്താൽ മതിയാവും. ഒന്നുകിൽ ചെറിയ ചെറിയ കുട്ടി കുട്ടി ബോൾസ് ആക്കിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ റോൾസ് ആക്കിയിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ചപ്പാത്തി പലകയിലേക്ക് കുറച്ച് മാവൊക്കെ ഒന്ന് വിതറി കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് പരത്തി എടുത്തിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു ബൗൾ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഒരു മൂണിൻ്റെ ഷേപ്പിൽ എടുക്കുകയാണ്. ഇങ്ങനെ തന്നെ വേണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് ചെറിയ ചെറിയ കുട്ടി കുട്ടി ബോൾസ് ആയിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ അത്രയും സമയം നമുക്ക് ലാഭിക്കാം. അത്രയും മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ഡിസൈനിൽ ഇതൊന്നും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ ഓയിലിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ ഫസ്റ്റിൽ നല്ലതുപോലെ ചൂടായിട്ടുണ്ടാവണം. അതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചിരുന്നാൽ മതിയാവും. പിന്നെ നമ്മളിത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു സൈഡ് നന്നായിട്ട് വേകുന്നത് വരെയും നമ്മളിത് എണ്ണയിലേക്ക് ഇട്ടിങ്ങനെ ഫ്രൈ ചെയ്യരുത്. ലൈറ്റായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോൾ പിന്നെ പെട്ടെന്ന് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്ന് പറയുന്നത്. ഇതുപോലുള്ള കുട്ടി കുട്ടി ടിപ്സൊക്കെ നമ്മൾ കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്താൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്നാക്സ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ലൈറ്റായിട്ട് ഒരു സൈഡ് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അതിനുശേഷം പിന്നീട് നമ്മൾ ഫ്ലെയിം മീഡിയത്തിൽ നിന്ന് ഒരല്പം വേണമെങ്കിൽ കൂട്ടി വയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല. വളരെ ടേസ്റ്റി ആയിട്ടും വളരെ സിമ്പിളായിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണിത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ആ മാവ് കുഴയ്ക്കുന്ന ആ ഒരു പരുവം മാത്രം കറക്റ്റ് അത് മാത്രം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നാൽ മതിയാവും. നിങ്ങൾ ഇതുപോലെ സ്നാക്സ് തയ്യാറാക്കി എങ്ങനെ എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേക്കും പിരിഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളതിൻ്റെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് കൂടിയതിൻ്റെ പേരിലാവും. അപ്പോൾ അങ്ങനെ ഉരുളക്കിഴങ്ങ് കൂടുതൽ നമ്മൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേക്കും അതങ്ങനെ പിരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അരിമാവാണ് നമ്മൾ കൂടുതൽ ചേർക്കേണ്ടത്. അപ്പോൾ അതൊന്ന് മാത്രം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നാൽ മതിയാവും. നമ്മുടേത് അങ്ങനെ പിരിഞ്ഞൊന്നും പോകാതെ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നാലും ഞാൻ എടുത്ത് പറയുകയാണ്, ഫസ്റ്റ് ടൈമൊക്കെ ഇതുപോലെ സ്നാക്കൊക്കെ തയ്യാറാക്കുന്നവർക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാകാതെ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. ഇതുവരെയും ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലുള്ള കുട്ടി കുട്ടി ടിപ്സൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതിയാവും. അപ്പോൾ തയ്യാറാക്കി നോക്കുന്നവരെല്ലാവരും എനിക്ക് ഫീഡ്ബാക്ക് ഒന്ന് മറക്കാതെ അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കൊന്ന് തയ്യാറാക്കി നോക്കാനുള്ള പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.